മാംഗല്യം. ലോങ് ബെൽ അടിച്ചതും വലിയ ഉത്സാഹത്തോടെ മിഥുവും ജാനിയും ക്ലാസ് റൂമിന് പുറത്തേക്ക് നടന്നു. മറ്റൊന്നും കൊണ്ടല്ല, അബിയുടെ വീട്ടിൽ പോകാലോ. അതാണ് രണ്ടുപേരുടെയും സന്തോഷത്തിന് പിന്നിലുള്ള കാരണം. അബി കോളേജിലേക്ക് ബൈക്കിൽ വരുന്നതിനെ തന്നെ അവന്റെ ബൈക്ക് തിരികെ പോകാമെന്നും അവർ രണ്ടുപേരും ഒരു ഓട്ടോ പിടിച്ച് അവന്റെ വീട്ടിലേക്ക് ചെല്ലാമെന്നും തീരുമാനമായി. കോളേജിന്റെ മെയിൻ എൻട്രൻസിലേക്ക് നടക്കുന്ന നേരത്താണ് ജാൻവിയുടെ ഫോൺ റിങ് ചെയ്തത്. പെട്ടെന്ന് അവൾ ബാഗിൽ കിടക്കുന്ന ഫോൺ എടുത്ത് നോക്കിയതും ജഗൻ എന്ന പേര് സ്ക്രീനിൽ തെളിഞ്ഞു. ജാൻവിയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി. ജാൻവിയുടെ മുഖത്തെ ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് മിഥുവിന്റെ കണ്ണുകളും അവളുടെ ഫോണിന്റെ സ്ക്രീനിലേക്ക് നീണ്ടു. ജാനിയുടെ മുഖത്തെ ചിരിയേക്കാളും ഇപ്പോൾ മിഥുവിനെ ഏറെ അതിശയിപ്പിച്ചത് മറ്റൊന്നുമല്ല, ജഗൻ എന്ന് സേവ് ചെയ്ത പേരിനപ്പുറം ഒരു കുഞ്ഞു ചുവന്ന ഹാർട്ട് കൂടി ഇട്ടിട്ടുണ്ടവൾ. മിഥുവിന് സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു. അല്പസമയം എടുത്തായാലും ജാൻവി തന്റെ ഏട്ടനെ അംഗീകരിച്ചു തുടങ്ങിയല്ലോ എന്നോർത്ത്. ആ സമയം കൊണ്ട് തന്നെ ജാൻവി ഫോണെടുത്ത് ചെവിയോരം ചേർത്ത് പിടിച്ചു. ഹലോ ഹലോ ജാൻവി, താനെവിടാ? ക്ലാസ് കഴിഞ്ഞോ? കഴിഞ്ഞു ജഗൻ. താനിപ്പോൾ എവിടെ നിൽക്കുന്നേ? ഞാൻ കോളേജിന്റെ ഫ്രണ്ടിലുണ്ട്. ഞാൻ തൻ്റെ കോളേജിന്റെ അടുത്തുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. അപ്പോൾ ജഗന്റെ ഡ്യൂട്ടിയോ? ഞാനിന്ന് ഹാഫ് ഡേ ലീവാണ്. പെട്ടെന്ന് ജഗൻ അത് പറഞ്ഞതും ജാൻവിയുടെ സന്തോഷം ഇരട്ടിച്ചു. ശരി ജഗൻ, ഞാൻ കോളേജിന്റെ ഫ്രണ്ടിൽ നിൽക്കാം. ജാൻവി അതും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്ത് ഫോൺ ബാഗിലേക്ക് ഇട്ടു. ജാൻവിക്ക് എന്തോ ആ സമയം മിഥുവിനെ നോക്കാൻ എന്തോ ഒരു ചമ്മൽ പോലെ. മിഥു, നിന്റെ ഏട്ടൻ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞേ. അയ്യോ, അപ്പൊ നമ്മൾ അബിയുടെ വീട്ടിൽ എങ്ങനെ പോകും? തലയ്ക്ക് കയ്യും കൊടുത്തുകൊണ്ട് മിഥു അത് ചോദിക്കുമ്പോഴാണ് ജാൻവിയും അതേപ്പറ്റി ആലോചിച്ചത്. ഷോ, ഇനി എന്ത് ചെയ്യും? ജാൻവി ചോദ്യഭാവത്തിൽ മിഥുവിനെ നോക്കി. തൽക്കാലം പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഞാൻ അബിയെ വിളിച്ചു പറയാം. എന്നിട്ട് പിന്നീട് ഒരു ദിവസം നമുക്ക് അവന്റെ വീട്ടിലേക്ക് പോകാം. മിഥു പറഞ്ഞപ്പോൾ ജാൻവിക്കും തോന്നി അത് തന്നെയാണ് നല്ലതെന്ന്. അപ്പോൾ ഏട്ടൻ ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? മിഥു സംശയത്തോടെ ജാനിയുടെ മുഖത്തേക്ക് നോക്കി. ഇന്ന് ഹാഫ് ഡേ ലീവാണെന്നാ പറഞ്ഞത്. ജാനിയുടെ മുഖത്ത് വീണ്ടും നാണം. നിന്റെ മുഖം വല്ലാണ്ടങ്ങ് ചുവന്നിട്ടുണ്ടല്ലോ. മിഥു ജാനിയെ നോക്കി കളിയായി പറഞ്ഞു. അതേ സമയം തന്നെയാണ് ജഗന്റെ കാറ് കൃത്യമായിട്ട് അവർക്ക് മുൻപിലേക്ക് വന്നു നിന്നത്. ജാൻവിയും മിഥുവും ഒന്നിച്ച് അവിടെ നിൽക്കുന്ന കണ്ട് ജഗൻ കാർ സൈഡിലേക്ക് പാർക്ക് ചെയ്തിട്ട് അവർക്ക് അടുത്തേക്ക് വന്നു. ജഗൻ യൂണിഫോമിലല്ല, മിക്കവാറും അവൻ വീട്ടിൽ പോയി ചേഞ്ച് ചെയ്തിട്ടാവും വരുന്നത്. ജാൻവി മനസ്സിലോർത്തു. അവിടെ നിന്ന് പെൺകുട്ടികളുടെ എല്ലാം നോട്ടം ജഗനിലേക്ക് നീളുന്നുണ്ട്. ഒരു കണ്ണാലെ ജാൻവി അതും ശ്രദ്ധിച്ചു. ക്ലാസ് കഴിഞ്ഞിട്ട് ഒരുപാട് നേരമായോ? ജഗൻ അവരിരുവരെയും നോക്കി ചോദിച്ചു. ഇല്ലേട്ടാ, മിഥുവാണ് മറുപടി പറഞ്ഞത്. നീ ഇന്നെങ്ങനെയാ കോളേജിലേക്ക് വന്നത്? രാവിലെ എന്നെ ഡ്രൈവർ കൊണ്ട് വിട്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് എക്സാം കഴിയുന്നതുവരെ ഹോസ്റ്റലിൽ നിൽക്കാന്നാ. നിനക്ക് വേണമെങ്കിൽ ഫ്ലാറ്റിൽ വന്ന് നിന്നൂടെ? അതാവുമ്പോൾ ജാൻവിക്കൊരു കൂട്ടാകൂല്ലോ, ജഗൻ പറഞ്ഞു. ജാൻവി സന്തോഷത്തോടെ മിഥുവിനെ നോക്കി. അത് പറ്റില്ലേട്ടാ. അതെന്താ? ജഗൻ സംശയത്തോടെ മിഥുവിനെ നോക്കി. അത് അമ്മ അറിഞ്ഞ് ശരിയാവില്ല. അമ്മ എന്നോട് ഹോസ്റ്റലിൽ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ എന്നെ ഇവിടേക്ക് വിട്ടത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ജഗൻ അത് പറഞ്ഞതും മിഥു തിരിച്ചൊന്നും മറുപടി കൊടുത്തില്ല. എന്തായാലും രണ്ടുപേരും കാറിൽ കയറും. നമുക്ക് പോയി ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് വരാം. ജാനി ഉത്സാഹത്തോടെ മിഥുവിന്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ മിഥു പറഞ്ഞു. ഏട്ടാ, ഞാൻ വരുന്നില്ല. അതെന്താ? ഇനി ഏട്ടൻ വിളിച്ചാൽ പോകരുതെന്നും അമ്മ പറഞ്ഞോ? ജഗൻ അല്പം രൂക്ഷമായി മിഥുവിനെ നോക്കി. ഏയ്, അതല്ല ഏട്ടാ, എനിക്ക് റെക്കോർഡ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. ഏത് റെക്കോർഡ്? ജാൻവി ശബ്ദം അടക്കി പിടിച്ച് മിഥുവിനോട് ചോദിച്ചു തുടങ്ങിയതും മിഥു അവളുടെ കൈത്തണ്ടയിൽ അമർത്തി പിടിച്ചു. എന്നിട്ട് കണ്ണു ചിമ്മി കാണിച്ചു. ജാൻവിക്ക് അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കൃത്യമായി മനസ്സിലായി. എങ്കിൽ ശരി, ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നീ വരുന്നെങ്കിൽ വാ. ജഗൻ വീണ്ടും മിഥുവിനെ നിർബന്ധിച്ചു. ഇല്ലേട്ടാ, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ പിന്നീട് ഒരിക്കൽ വരാം. ഓക്കെ. മിഥുവിനെ നോക്കി ഒന്ന് തലകുലുക്കിക്കൊണ്ട് ജാൻവി കാറിലേക്ക് കയറി. ജാൻവിക്ക് മനസ്സിലായിരുന്നു തങ്ങളെ രണ്ടുപേരെയും തനിച്ചു വിടാൻ വേണ്ടി മിഥു മനഃപൂർവ്വം വരുന്നില്ലെന്ന് പറഞ്ഞതാണെന്ന്. അപ്പാർട്ട്മെന്റിലേക്ക് ജഗൻ ക്ഷണിച്ചപ്പോഴും അവൾ വരില്ലെന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണെന്ന് ജാൻവിക്ക് മനസ്സിലായി. തന്നോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ ഒരിക്കലും പാർവതി മിഥുവിനെയും ജഗനെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കില്ലെന്നും ജാൻവിക്ക് പൂർണ്ണ ബോധ്യമായിരുന്നു. ജാൻവിയും കൊണ്ട് ജഗന്റെ കാറ് മുന്നോട്ട് കുതിച്ചു. ജാൻവിക്കാണെങ്കിൽ പെട്ടെന്നുള്ള ജഗന്റെ ഈ ഭാവമാറ്റം, തന്നോട് കാണിക്കുന്ന അടുപ്പം, അതൊക്കെ വല്ലാത്ത സന്തോഷം തോന്നിച്ചു. ജഗന്റെ കാറ് റോഡരികിൽ കണ്ട ഒരു ചെറിയ ടീ ഷോപ്പിന് മുന്നിലേക്ക് നിർത്തി.
ചൂട് ചായയുടെയും എണ്ണ പലഹാരങ്ങളുടെയും മണം അന്തരീക്ഷത്തിൽ ആകമാനം വ്യാപിച്ചു. ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയ ജാൻവി ആ മണം മൂക്ക് വിടർത്തിയൊന്നും ആസ്വദിച്ചുകൊണ്ടാണ് ജഗനൊപ്പം മുൻപോട്ട് നടന്നത്. അവിടെ ഇവിടെയായി ഇട്ടിരിക്കുന്ന ചെറിയ ചെറിയ ടേബിളുകളും കസേരകളും വല്ലാത്തൊരു ഫീൽ ആ സ്ഥലത്തിനുണ്ടായിരുന്നു. വൈകിട്ടത്തെ 4 മണിക്കാറ്റും ഇളം വെയിലും ഒപ്പം ചൂട് ചായയും പിന്നെ അവിടെ വെച്ചിരിക്കുന്ന റേഡിയോയിൽ കൂടി ഒഴുകി വരുന്ന പഴയ മെലഡികളും. കണ്ണിൽ പ്രണയം നിറച്ച് ജാൻവി അറിയാതെ ജഗനെ നോക്കി. അവനാണെങ്കിൽ ആ സമയം 2 പേർക്കുമുള്ള ചായയും കയ്യിൽ പിടിച്ച് ജാൻവിക്ക് അടുത്തേക്ക് വന്നു. ഒരു ഗ്ലാസ് ചായ അവൻ അവൾക്ക് നേരെ നീട്ടി. തനിക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? ജഗന്റെ കണ്ണുകൾക്കൊപ്പം ജാൻവിയുടെ കണ്ണുകളും ചില്ലുകൂട്ടിലേക്ക് നീണ്ടു. ജാൻവി ഓരോ പലഹാരങ്ങളും സൂക്ഷിച്ചു നോക്കി. ഒടുക്കം പഴംപൊരിയിലേക്ക് ജാൻവിയുടെ കണ്ണുകൾ നീണ്ടതും ജഗൻ പോയി അവൾക്കായി ഒരെണ്ണം വാങ്ങിക്കൊണ്ടുവന്നു. ചായയൊക്കെ കുടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു ഏറെ നേരം അവിടെ ഇരുന്നു. എന്തോ ജാൻവിക്ക് ആ വൈകുന്നേരം വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. അവിടെ ഇവിടെയായി നിന്നുമിരുന്നു ചായ കുടിക്കുന്ന മനുഷ്യരും ചായക്കപ്പും കയ്യിൽ പിടിച്ച് പ്രണയസലാപം നടത്തുന്ന ഇണക്കുരുവികളും കോളേജ് കുട്ടികളും അങ്ങനെ ഒരുപാട് പേർ വന്ന് ചായ കുടിച്ചു പോകുന്നുണ്ട് ആ സ്ഥലത്ത്. അതെ, ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? പെട്ടെന്ന് ജഗന്റെ ശബ്ദമാണ് ജാൻവി ഉണർത്തിയത്. അവൾ ചുറ്റുമുള്ള കാഴ്ചകളെ കണ്ണു പതിപ്പിച്ച് മതി മറന്ന മട്ടിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു. എന്താ ജഗൻ, ഇവിടെ ഇങ്ങനെ ഇരുന്ന് സ്വപ്നം കണ്ടാൽ മതിയോ? നമുക്ക് പോകണ്ടേ? ജഗന്റെ രൂക്ഷമായ ശബ്ദം കാതിൽ പതിഞ്ഞപ്പോഴാണ് ജാൻവിയും എന്തൊക്കെയോ ചിന്തകളിൽ നിന്നുണർന്നു അവനെ നോക്കിയത്. ഓക്കെ, പോകാം. അതും പറഞ്ഞുകൊണ്ട് ജാൻവി കാറിന്റെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറിയിരുന്നു. ഒപ്പം ജഗൻ കൂടി കയറിയിരുന്നതോടെ അവളുടെ നോട്ടം പൂർണ്ണമായും അവനിലേക്കായി. ഇനി നമ്മൾ എവിടേക്കാണ് പോകുന്നത്? അതൊക്കെ അറിഞ്ഞാലേ താൻ വരൂ? പെട്ടെന്ന് ജഗൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ജാൻവി അവനെ നോക്കി കണ്ണു ചുരുക്കിക്കൊണ്ട് എതിർവശത്തേക്ക് നോക്കിയിരുന്നു. ജഗന്റെ ചുണ്ടിൽ ചെറുതായി ഒരു പുഞ്ചിരി മിന്നിമാഞ്ഞു. അവരുടെ കാറ് നേരെ ചെന്ന് നിന്നത് നഗരത്തിലെ തന്നെ പ്രസിദ്ധമായ ഒരു വലിയ മാളിന്റെ പാർക്കിങ്ങിലേക്കാണ്. ഇവിടേക്ക് എന്തിനാ വന്നേ? ജാൻവി ജഗനെ നോക്കി വീണ്ടും ചോദിച്ചു. അതറിഞ്ഞാലേ വരുള്ളൂ. വീണ്ടും ജഗൻ ചോദ്യം ആവർത്തിച്ചതോടെ ജാൻവിക്ക് നല്ല രീതി ദേഷ്യം വന്നു. അതുകൊള്ളാം, എന്നെയും കൊണ്ടൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എവിടേക്കാണെന്ന് ഞാൻ അറിയണ്ടേ? ജാൻവി അവനെ മൈൻഡ് ചെയ്യാതെ കൈകെട്ടി നിന്നു. അവൻ അല്പം മുൻപോട്ട് നടന്ന ശേഷമാണ് പിന്നാലെ അവൾ വരുന്നില്ല എന്ന് മനസ്സിലായത്. തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് കാറിൽ ചാരി കൈയും കെട്ടി അവനെ തന്നെ നോക്കി നിൽക്കുന്ന ജാൻവിയാണ്. അവിടെ ഇവിടെ പാർക്കിങ്ങിൽ 1-2 ആളുകളുണ്ട്. ചിലരൊക്കെ അവരെ ശ്രദ്ധിക്കുന്നുമുണ്ട്. ജഗൻ പെട്ടെന്ന് പിന്നോട്ട് നടന്നു വന്ന് ജാൻവിയുടെ കൈക്ക് പിടിച്ച് അവനൊപ്പം അവളെ കൂടെ നടത്തിച്ചു. അവരെ നോക്കി നിന്ന ആളുകളുടെ ചുണ്ടിലും ഒരു ചെറു ചിരി വിടർന്നു. അത് കാണാൻ ജാൻവി അവന്റെ കൈ പിടിക്കുന്നു. വിടുവിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജഗനാണെങ്കിൽ ഉടുമ്പ് പിടിച്ചതുപോലെ ഒരു പിടുത്തമാണ്. കൈവിട്ടിട്ട് നിനക്ക് അവിടെ തന്നെ സ്റ്റക്കായതുപോലെ നിൽക്കാനല്ലേ? അങ്ങനെ ഇപ്പോൾ വിടുന്നില്ല, ഇങ്ങോട്ട് വാ. അതും പറഞ്ഞ് ജഗൻ അവളെയും കൊണ്ട് നേരെ ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. ലിഫ്റ്റിൽ കയറിയ ശേഷം ജഗൻ തന്നെയാണ് ഫ്ലോറൊക്കെ പ്രസ് ചെയ്തത്. ജാൻവി വെറുതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. പെട്ടെന്ന് ജഗന്റെ നോട്ടം അവളുടെ നേർക്കെത്തിയപ്പോൾ ജാൻവി മുഖം വെട്ടിച്ചു കളഞ്ഞു. ജഗന്റെ ചുണ്ടിലൊരു പുഞ്ചിരി മിന്നിമാഞ്ഞു. അവർ നേരെ ചെന്നെത്തിയത് വുമൻസിന്റെ കളക്ഷൻസ് മാത്രമുള്ള ഒരു ഫ്ലോറിലേക്കാണ്. ജാൻവി ജഗനെ കണ്ണു ചുരുക്കി നോക്കി. താൻ വീട്ടിൽ നിന്ന് വന്നപ്പോ ഡ്രസ്സൊന്നും അധികം എടുത്തിരുന്നില്ലല്ലോ. പെട്ടെന്ന് ജാൻവി ജഗനെ വിശ്വാസം വരാത്ത പോലെ നോക്കി നിന്നപ്പോൾ അവൻ അല്പം ദേഷ്യത്തോടെ അവളെ തിരിച്ചു നോക്കി. എന്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കാനല്ല പറഞ്ഞത്, വേഗം പോയി ഡ്രസ്സ് എടുക്ക്. പിന്നെ ഒട്ടും വൈകിക്കാതെ അവൾ ഓരോ ഷോപ്പിലേക്കും കയറി. വെറുതെ ഇങ്ങനെ ഓരോ ഡ്രസ്സുകളിലൂടി വിരലോടിച്ചു നിന്നു. ഇടയ്ക്കിടയ്ക്ക് അവളുടെ കണ്ണുകൾ പാളി ജഗനിലേക്ക് നീളുന്നുണ്ട്. അവനാണെങ്കിൽ വിസിറ്റേഴ്സിന് ഇരിക്കാനായിട്ടിരിക്കുന്ന ചെയറിൽ ഫോൺ നോക്കി വെറുതെ ഇരിക്കുവാണ്. ഇടയ്ക്കെപ്പോഴോ ജാൻവി നോക്കിയതും ജഗനെ അവിടെ കണ്ടില്ല. അവളുടെ കണ്ണുകൾ 4 പാടും പരത്തി. അപ്പോഴാണ് ഹാങ്ങറിൽ തൂക്കിയിട്ടിരിക്കുന്ന കുറെ അധികം ഡ്രസ്സുകൾക്കിടയിൽ നിന്ന് എന്തൊക്കെയോ കാര്യമായി നോക്കുന്ന ജഗനെ കണ്ടത്. അവൾ പതിയെ അവന്റെ അടുത്തേക്ക് ചെന്നു. ഒരു കുർത്ത സെറ്റ് അവൻ ജാനിക്ക് നേരെ നീട്ടി. ഇതിഷ്ടപ്പെട്ടോ? സത്യം പറഞ്ഞാൽ അവൾ അത് മര്യാദയ്ക്ക് ശ്രദ്ധിച്ചുകൂടി ഉണ്ടായിരുന്നില്ല. ജഗന്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൾ അത് ഇഷ്ടപ്പെട്ടെന്ന രീതി തലകുലുക്കി. ജഗൻ പുരികം ചുളിച്ച് ജാൻവിയെ നോക്കി. എന്നെയല്ല, ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോന്നാ ഞാൻ ചോദിച്ചത്. പെട്ടെന്ന് ജഗൻ എങ്ങനെ പറഞ്ഞു കളയുമെന്ന് ജാൻവിയും വിചാരിച്ചതല്ല. അവളുടെ മുഖത്ത് വീണ്ടും ഒരു കള്ളച്ചിരി വിരിഞ്ഞു. ഇഷ്ടപ്പെട്ടു? ജാൻവി പതിയെ ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് ജഗന്റെ കയ്യിൽ നിന്ന് ആ ഡ്രസ്സ് വാങ്ങി.
അവിടെ ഹാങ് ചെയ്തിട്ട മറ്റു പല ഡ്രസ്സുകളിലൂടെയും കണ്ണോടിച്ച് നിൽക്കുമ്പോൾ ജാൻവിയുടെ മനസ്സ് മുഴുവൻ ജഗനിലായിരുന്നു. ഒരു വിവാഹം പോലും വേണ്ടെന്ന് വെച്ച തനിക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് മാറി ചിന്തിക്കാൻ തോന്നിയെന്ന് എത്ര ആലോചിച്ചിട്ടും ജാൻവിക്ക് പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു മായാലോകത്തെത്തിയതുപോലെയാണ് അവൾക്ക് തോന്നിയത്. പിന്നെ ഡ്രസ്സ് എടുക്കുമ്പോൾ മിഥുനും കൂടി എടുത്തു. ജഗൻ പറഞ്ഞതും ഒന്ന് രണ്ടെണ്ണം ജാൻവി മിഥുനും കൂടി എടുത്തു. ബില്ല് ചെയ്യാൻ വേണ്ടി അവൾ ഡ്രസ്സുകളെല്ലാമായി വരുമ്പോഴേക്കും ജഗൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. അവൻ ബില്ല് ചെയ്തതും അവരിരുവരും ഒരുമിച്ച് കയ്യിൽ നിറയെ കവറുകളുമായി പുറത്തേക്കിറങ്ങി. ഡ്രസ്സുകളെല്ലാം കൂടി ജാൻവിയുടെ കയ്യിൽ നിൽക്കുന്നില്ലെന്ന് കണ്ടതും ജഗൻ കുറച്ച് കവറുകൾ അവന്റെ കയ്യിലേക്ക് വാങ്ങിപ്പിടിച്ചു. അതേ സമയം തന്നെയാണ് ഫ്രണ്ട്സുമൊത്ത് ഫുഡ് കോർട്ടിലിരുന്ന നയോമിയുടെ കണ്ണുകൾ ആ ദൃശ്യങ്ങൾ കാണുന്നത്. ഏത് ഇരുട്ടിലാണെങ്കിലും ജഗനെ തിരിച്ചറിയുന്നവൾ കൃത്യമായി ആൾക്കൂട്ടത്തിനിടയിൽ വെച്ചു അവനെ കണ്ടുപിടിച്ചു. ഒരു വേള പെട്ടെന്ന് തന്നെ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റവൾ അവർക്ക് പിന്നാലെ നടന്നു. എന്തൊക്കെയോ കാര്യം പറഞ്ഞ് ചിരിച്ച് ഒരുമിച്ച് നടന്നു പോകുന്ന ജഗനെയും ജാൻവിയെയും കാണിക്കെ നയോമിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യവും അസൂയയും കുശുമ്പും എല്ലാം തോന്നി. ഇനി എവിടേക്കാ ജഗൻ നമ്മൾ പോകുന്നത്? ജാൻവി ചുറ്റും കാണുന്ന കാഴ്ചകളിലൂടെയെല്ലാം കണ്ണോടിച്ചുകൊണ്ട് ജഗനോട് ചോദിച്ചു. നമുക്കിനി ഹൈപ്പർ മാർക്കറ്റിൽ പോകാം, കുറച്ച് ഗ്രോസറി മേടിക്കാനുണ്ട്. ജാൻവി ആണെങ്കിൽ ഇതൊക്കെ ആദ്യമായി എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വല്ലാത്തൊരു ഉത്സാഹത്തിലാണ് മുന്നോട്ട് നടക്കുന്നത്. ജഗൻ തന്നെയാണ് പോയി ട്രോളി എടുത്തോണ്ട് വന്നതൊക്കെ. ജഗൻ ഓരോ സാധനങ്ങൾ എടുത്ത് ട്രോളിയിൽ വെക്കുന്നതിനിടെ ഒളികണ്ണിട്ട് ജാൻവിയെ നോക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഇതുവരെ കാണാത്ത ഒരു സ്ഥലത്ത് വന്നതിൻ്റെ ഒരു പ്രതീതിയാണ്. അവൾക്ക് പാചകമൊന്നും വലിയ ധാരണയില്ലെന്ന് ജഗൻ മുന്നേ മനസ്സിലാക്കിയതാണ്. പക്ഷേ ഇപ്പൊ ഇതുകൂടി കണ്ടപ്പോൾ അവന് മനസ്സിലായി അവൾക്ക് പ്രത്യേകിച്ച് ഒരു കാര്യത്തെക്കുറിച്ചും ഒരു ധാരണയുമില്ലെന്ന്. അവനൊരു ചിരിയോടെ ആ സത്യം ഓർത്തുകൊണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം പെറുക്കി ട്രോളിയിലേക്ക് വെച്ചു. ജാൻവി, തനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പോയി എടുത്തോ, ചോക്ലേറ്റ്സോ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും. ആ സെക്ഷനൊക്കെ ദാ ആ സൈഡിലാണ്. ജാൻവി ഒന്ന് രണ്ട് ചോക്ലേറ്റ്സ് ഒക്കെ എടുത്ത് ബാസ്ക്കറ്റിലിട്ടു. വീണ്ടും ജഗനൊപ്പം തന്നെ വന്ന് നിന്നു. എടോ, തനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ താൻ പോയി എടുത്തോളൂ. അവളിങ്ങനെ വെറുതെ എല്ലാം നോക്കിയും കണ്ട് നിൽക്കുന്ന കണ്ട് ജഗൻ പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാൻ അതെടുക്കട്ടെ. ഏത്, സവാളയോ? അത് തന്നെ, എടുത്തോളൂ. ഒരു കവറിന്റെ അറ്റത്ത് 4 സവാളയും കൊണ്ട് വരുന്നവളെ നോക്കി ചിരി കടിച്ചു പിടിച്ച് നിന്നവൻ. എടോ, ഇത്രയും പോരാ, കുറച്ചുകൂടി വേണം. അവനോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എത്രയെണ്ണം വേണം, നമ്പർ പറ. ഒരു 15 എണ്ണം എടുത്തോ. ജഗൻ പറഞ്ഞതും ജാനി കവറും കൊണ്ട് വീണ്ടും സവാളയുടെ അടുത്തേക്ക് പോയി. അവൻ നോക്കുമ്പോൾ അവൾ എന്തോ മന്ത്രിക്കുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവന് മനസ്സിലായി മനസ്സിൽ എണ്ണിക്കൊണ്ടാണ് അവൾ കവറിലേക്ക് ഇടുന്നതെന്ന്. ജഗന് വല്ലാതെ ചിരി വന്നുപോയി ആ നിമിഷം. അതേസമയം അവർക്ക് പിന്നാലെ തന്നെ വന്ന നയോമിയുടെ കണ്ണുകൾ പുകഞ്ഞു. അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി ആ സമയത്ത്. ജാൻവിയെ നോക്കി ചിരിയോടെ നിൽക്കുന്ന ജഗനെ കാണെ നയോമിക്ക് ജാനിയെ തീർക്കാനുള്ള പക തോന്നി. തുടരും.